ഇങ്ങനെ ഒരു കറി കണ്ടാൽ ആരും തന്നെ ഞെട്ടിപ്പോകും. അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. തോലൊന്നും കളയാണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസിലടിപ്പിച്ച് മാറ്റി വെക്കുക. പിന്നെ അതേ കുറച്ച് പുളി എടുത്തിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഓരോ ടീസ്പൂണോളം കടുകും, ഉലുവ, നല്ല ജീരകം, പെരുംജീരകം, അതുപോലെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയല്ല കേട്ടോ, മല്ലിയാണ്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചത് അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളുണ്ടല്ലോ അതിൽ നിന്നൊരു 2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് വഴറ്റി നന്നായി തിളപ്പിച്ച് ഇതിൻ്റെ എണ്ണയെ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഇത് ഇളക്കിയിട്ട് ഒരു തുണ്ട് ശർക്കര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി വെളുത്തുള്ളി അച്ചാർ റെഡി.